യുക്മ ഇസ ലണ്ടൻ കേരള പൂരം വള്ളംകളി 2026 ഇത്തവണ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമ്പൂർണ്ണ ഫാമിലി ഫെസ്റ്റിവൽ കാർണിവൽ അനുഭവമാകും. മാൻവേഴ്സ് തടാകക്കര ഒരുങ്ങിക്കഴിഞ്ഞു. ബ്രിട്ടീഷ് ചാൻസലർ ജോൺ ഹീലി, ഇന്ത്യയിൽ നിന്നുള്ള ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ബ്രിട്ടീഷ് പാർലമെന്റിലെ മലയാളി സാന്നിധ്യമായ ആഷ്ഫോർഡ് MP സോജൻ ജോസഫ് എന്നിവർക്കൊപ്പം പ്രമുഖ ചലച്ചിത്ര താരം സനൂഷ സന്തോഷും കേരളപൂരത്തിന്റെ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കും. കേരളപൂരത്തിന്റെ പ്രഭാത ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബ്രിട്ടീഷ് ചാൻസലർ ജോൺ ഹീലി MP പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയും തുടർന്ന് കേരളത്തിന്റെ ആവേശമായ വള്ളംകളി ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്യും. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന് നേതൃത്വം നൽകുന്നതിനായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസും കേരളപൂരത്തിലെത്തും. രാവിലെ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം വള്ളംകളിയിലെ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ബ്രിട്ടീഷ് പാർലമെന്റിലെ മലയാളി സാന്നിധ്യമായ സോജൻ ജോസഫ് MP വള്ളംകളിയുടെ ആദ്യ ഹീറ്റിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങിൽ പങ്കെടുക്കും. മുൻകാലത്ത് ഈ വള്ളംകളിയിൽ ടീം ക്യാപ്റ്റനായി നേരിട്ട് പങ്കെടുത്ത അനുഭവമുള്ള സോജൻ ജോസഫ് ഇത്തവണ ആദ്യ ഹീറ്റിലെ ആദ്യ ടീമിന്റെ ക്യാപ്റ്റനായ രാജു ചാക്കോയ്ക്ക് ആദ്യ തുഴ കൈമാറുന്നതോടെ മത്സരത്തിന്റെ മറ്റൊരു ശ്രദ്ധേയ നിമിഷത്തിന് വേദിയൊരുങ്ങും. ഇവർക്കൊപ്പം സാംസ്കാരിക രംഗത്തെ സെലിബ്രിറ്റി അതിഥി സനൂഷയുടെ സാന്നിധ്യവും ഇത്തവണത്തെ ആഘോഷത്തിന് കൂടുതൽ താരപ്പകിട്ടേകും. 80 ഇന്ത്യൻ ദേശീയ പതാകകൾ അണിനിരക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്ര സംഘടിപ്പിക്കും. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും വാദ്യമേളങ്ങളും സാംസ്കാരിക വൈവിധ്യവും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. വള്ളംകളിയും സാംസ്കാരിക പരിപാടിയും കാണാൻ മാതാപിതാക്കളോടൊപ്പം എത്തുന്ന കുട്ടികൾക്ക് ഒരു ദിവസം മുഴുവൻ ആസ്വദിക്കാനാകുന്ന വിനോദങ്ങൾ വേണമെന്ന ആശയത്തിൽ നിന്നാണ് ഇത്തവണ കാർണിവൽ അനുഭവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി വമ്പൻ ബിഗ് സ്ലൈഡ് എത്തും. അതോടൊപ്പം വിവിധ ഫൺ റൈഡുകൾ, കുട്ടികൾക്കായുള്ള പ്രത്യേക റൈഡുകൾ, ബൗൺസി കാസൽ തുടങ്ങി നിരവധി വിനോദങ്ങളും ഒരുക്കും.